Hi traders, welcome back to Market Viewers. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ നിഫ്റ്റിയിൽ അത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് പരിശോധിക്കാം. ഇന്നലെ 26,013 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണെന്ന് പറയാം. കൃത്യമായും ആ ലെവലിൽ തന്നെ ഓപ്പണായി എന്ന് വേണം കരുതാൻ. 26,005 എന്ന ലെവലിലാണ് ഓപ്പൺ ആയത്. എന്നാൽ ലോ വന്നത് 25,998 എന്ന ലെവൽ വരെ മാത്രമേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് തന്നെ അപ്വേർഡ് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത ആർക്കും തന്നെ വളരെ പെട്ടെന്ന് ഒരു ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയ ടാർഗറ്റ് ഉണ്ട്, ആ ലെവലിലേക്ക് ഹോപ്പ് ചെയ്യാവുന്നതാണ്. ആ തരത്തിൽ ആദ്യമേ തന്നെ ട്രേഡ് ചെയ്ത പലരുടെയും P&L 9:10 ഓപ്പണായി 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ലഭിച്ച പല P&Lകളും ഞാൻ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ചെയ്തിരുന്നു. വീണ്ടും അവിടുന്ന് അല്പം കൺസോളിഡേറ്റ് ചെയ്താണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. എങ്കിൽ പോലും എപ്പോഴൊക്കെ ഒരു ഡിപ്പ് തന്നോ അപ്പോഴൊക്കെ പുതിയ ഉയരം തന്നുകൊണ്ട് പ്രൈസ് പോയി. എന്നാൽ ഈ ലെവലിൽ നിന്ന് നമ്മൾ ഫൈനലായി ചേർത്തിരുന്ന 26,096 എന്ന ലെവൽ, അതൊരു 26,010-14 വരെ പോയെങ്കിലും വളരെ പെട്ടെന്ന് അവിടുന്ന് പുതിയ ഉയരം തരുന്നതിനൊരു ഡിഫിക്കൽട്ടി കാണിച്ച് പെട്ടെന്ന് തന്നെ ഒറ്റ സെല്ലിംഗ് ആയിരുന്നു. എന്നാൽ ഇന്നലെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 26,033 എന്ന ലെവലിലെത്തി വീണ്ടും വളരെ ഫാസ്റ്റായ ബൈങ് നൽകി അപ്വേർഡ് തന്നെയായിരുന്നു. ഇന്ന് 250ഓളം പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നിഫ്റ്റി തന്നെ. ഇവിടെ ഇന്ന് പ്രത്യേകിച്ച് അനലൈസേഷൻ ഒന്നും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എപ്പോഴൊക്കെ വളരെ ബുള്ളിഷായി നിൽക്കുന്ന ഒരു ഇൻഡെക്സ് എപ്പോഴൊക്കെ ഒരു ഡിപ്പ് തന്നോ അപ്പോഴൊക്കെ ഒരു പ്രോഫിറ്റബിൾ എൻട്രി, ഒരു ഡിസ്കൗണ്ട് എൻട്രി കിട്ടി എന്ന് കരുതി ബൈ ചെയ്തവരെല്ലാം ഡേയ്സ് ലോ കീപ്പ് ചെയ്തുകൊണ്ട്, സ്റ്റോപ്പ് ലോസ് ആയി ഡേയ്സ് ലോ കീപ്പ് ചെയ്തുകൊണ്ട് ബൈ ചെയ്തവർക്കെല്ലാം കൈ നിറയെ പ്രോഫിറ്റ് മാത്രമാണ്. അതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു അനലൈസേഷൻ പറയാനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വലിയ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ നമുക്ക് എന്തായിരിക്കാം ഒരു ട്രേഡിംഗ് പ്ലാൻ, നമ്മുടെ ലെവലുകൾ എങ്ങനെയായിരിക്കാം എന്ന് പരിശോധിച്ച് നോക്കാം. 26,088 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ഉയരം തന്നെയാവാം ഇന്നത്തെ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ്. എന്നാൽ അതിന് മുകളിലോട്ട് കടക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന റെസിസ്റ്റൻസുകൾ എന്ന ലെവലിൽ ഞാൻ പ്രധാനമായും 26,306 എന്ന ലെവൽ കാണുന്നു. എന്നാൽ 282, 341 എന്ന ലെവലുകൾ കൂടി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇതിപ്പോൾ ഇന്നത്തെ മൂവ്മെന്റ് അനുസരിച്ച് ഇന്ന് നിഫ്റ്റി തന്നതുപോലെ തന്നെ ഇവിടെ നിന്നും പെട്ടെന്നൊരു അപ്വേർഡാണ് തരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ മാർക്കറ്റ് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം എന്ത് ഡയറക്ഷൻ തരുന്നു എന്നത് നോക്കി ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ട്രേഡ് ചെയ്തേക്കാം. ഇത്രയും റേഞ്ച് ഉള്ളതുകൊണ്ട് ഈ സ്റ്റോപ്പ് ലോസ് ഒന്നും പരിഗണിക്കാൻ സാധ്യതയില്ല. ഒന്നുകിൽ ഈ ലെവലിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോൾ ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ, അതല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയിക്കൊണ്ട് 26,167 എന്ന ലെവലൊക്കെ ഏതാണ്ട് ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്പോൾ ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. എന്നാൽ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെന്ന് ഫീൽ ചെയ്താൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഈ ഏരിയയിൽ തരുന്നതെങ്കിൽ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം, അല്ലെങ്കിൽ ഈ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് സെല് ചെയ്യാം. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇങ്ങോട്ടാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നിന്ന് അപ്വേർഡ് പോവുകയാണെങ്കിൽ ഇന്നത്തെ ലെവലിന് മുകളിൽ കയറി ക്ലോസ് ചെയ്താൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് തന്നെ പോയേക്കും എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ഓരോ ഡിക്ലൈനും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് തരികയാണെങ്കിൽ തീർച്ചയായും ബൈയിങ് സിറ്റുവേഷൻ തന്നെയാണ് കണക്കാക്കുക. ഗ്രാജുവലി ഇതേ ലെവലിലോട്ട് പ്രൈസ് മൂവ് ചെയ്തേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്നാൽ ഇവിടെയോട്ടായിട്ട് ഒരു ഗ്യാപ്പ് നെഗറ്റീവ് ഓപ്പണിംഗ് ഒക്കെയാണ് തരുന്നതെങ്കിലും ഈ ഏരിയയിൽ നിന്നും സെല്ലിംഗ് ആണ് എന്ന് തിരഞ്ഞെടുക്കാൻ സാധ്യത കുറവാണ്. ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ തീർച്ചയായും ഒരു ബൈയിങ്ങിന് തന്നെയാണ് അധികം ശ്രമിക്കുക. അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഒരു സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണ് ആഗ്രഹിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഓരോ ഡിക്ലൈൻ ബൈക്ക് തന്നെയായി ഉപയോഗിക്കും. എന്നാൽ സ്ട്രോങ് ആയിട്ടും ഇവിടുന്ന് ഒരു സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ മാത്രമായിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഇതായി കണക്കാക്കും. എന്നാൽ അത്തരത്തിൽ ഡിക്ലൈൻ കരുതുകയാണെങ്കിൽ ഈ ലെവൽ ആദ്യമായി ഇതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് വീണ്ടും കിട്ടിയേക്കുന്ന അപ്പ് മൂവ് അത് ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അപ്പോഴും ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. തീർച്ചയായും ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്.
ഈ തരത്തിലായിരിക്കും നൽകുക. നല്ല വോൾട്ടൈലും ഇത്രയും റേഞ്ച് ഉള്ളതുകൊണ്ടും ഈ തരത്തിൽ മാത്രമേ മാർക്കറ്റിന്റെ നാളെ എന്ത് ചെയ്തേക്കാം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ഡയറക്ഷൻ ആണോ ലഭിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കാം ഞാൻ ട്രേഡ് ചെയ്യുക. ഇത് തന്നെയാണ് ഇന്നിപ്പോൾ എല്ലാ ഇൻഡെക്സിലും പറയാനുണ്ടാവുക. ജസ്റ്റ് ലെവലുകൾ മാത്രം പറയാം എന്നാണ് കരുതുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ എന്താണെന്ന് നോക്കാം. 54,156 എന്ന ലെവലാണ് ഞാൻ പ്രധാന സപ്പോർട്ടായി കണക്കാക്കുന്നത്. ആദ്യം ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് 54,525 എന്ന ലെവലാണ്. ഇന്നത്തെ ഉയരം അവിടെ ഉണ്ടെങ്കിൽ പോലും ഇതാണ്. ഇതിന് മുകളിൽ കടക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഡിപ്പല്ല. ഈ തരത്തിൽ പുതിയ ടാർഗറ്റുകൾ തന്നേക്കാം. 54,701, 54,611, 54,569 എന്നിങ്ങനെയാണ്. എന്നാൽ ഈ ഏരിയയിൽ സെല്ലിങ് ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ കണക്കാക്കി സ്റ്റോപ്പ് ലോസ് കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. വീണ്ടും ഒരപ്പൂങ്ങ് കിട്ടുമ്പോൾ ഡേയ്സ് ഹൈ അപ്പോൾ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 54,073 എന്ന ലെവലിനൊക്കെ താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഡിക്ലൈൻ ആയേക്കാം, പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലും പറയാനുള്ളൂ. സെൻസെക്സിൽ എടുത്തായി എന്താണെന്ന് നോക്കാം. 85,428 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടായി ഞാൻ കാണുന്നത്. അതുപോലെ 86,105 എന്ന ലെവല് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസും അതിനു മുകളിൽ 86,224 എന്ന ലെവലും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രധാനമായും ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു പ്രൈസ് ക്ലോസ് ആവുക 5 മിനിറ്റ് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പായിരിക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് പിന്നീട് 86,105, 224 എന്നിങ്ങനെയുള്ള അപ്പർ ലെവലുകളായിരിക്കാം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നതെന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്പോഴും ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ ഈ ലെവലിനൊക്കെ താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം എന്നാണ് കരുതുക. 84,830 എന്ന ലെവലാണ് പിന്നീട് ഒരു പ്രധാന സപ്പോർട്ടായി ഞാൻ കാണുന്നത്. അതിന് താഴോട്ട് രേഖപ്പെടുത്തിയ ലെവലുകളും നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ 3 ഇൻഡെക്സുകളിലേക്കും നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ. എന്തിനും നാളത്തെ മാർക്കറ്റ് ഇതുപോലത്തെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നടക്കുമ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയേക്കാം, അതല്ലെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം വളരെ ഫാസ്റ്റായിട്ട് അപ്പോഴും പോയേക്കാം. അതുകൊണ്ട് തന്നെ എവിടെയാണ് ഓപ്പൺ ആവുന്നത്, ആദ്യ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ എങ്ങോട്ടാണ് ഡയറക്ഷൻ തരുന്നത് എന്നതിനെ നോക്കിയായിരിക്കാം ഞാൻ ട്രേഡ് ചെയ്യുക. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത്. സഹകരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാനിത് വ്യക്തിപരമായ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന പ്ലാൻ തന്നെയാണ്. നിങ്ങളും ഉപയോഗിക്കുന്നതിൽ സന്തോഷം. എന്നാൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. കാണുന്നവർ തീർച്ചയായും അഭിപ്രായങ്ങളും ലൈക്കുകളും നൽകി ചാനലിനെ പ്രൊമോട്ട് ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ പിൻബലം. അതുകൊണ്ട് ദയവായി സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. നാളെയും നല്ല മൂവിങ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. കൃത്യമായി എല്ലാവർക്കും ട്രേഡിംഗ് ലെവലുകൾ തിരിച്ചറിയാനും ട്രേഡ് ചെയ്യാനും കഴിയട്ടെ. നിറച്ച് ലാഭം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.